ദേശീയപാതയിലെ നിർമ്മാണത്തിന് ഉണ്ടായ ഡിഫക്റ്റ്, അത് നിർമ്മാണത്തിനുണ്ടായ ഡിഫക്റ്റാണ്, പ്രകൃതിയുടെ പ്രശ്നം കൊണ്ടുണ്ട്. ഇതാരാ നിർമ്മിക്കുന്നത്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസിയാണ്, NHAI ആണ്. NHAI ആണ് നിർമ്മിക്കുന്നതെങ്കിലും അത് പണിയുന്നൊരു കോൺട്രാക്ടറുണ്ട്, ആ ഏജൻസി ഉണ്ട്. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആവശ്യമായ നിലപാട് നടപടി അവരാണ് എടുക്കേണ്ടത്. ഇപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ രാഷ്ട്രീയമായിട്ടൊന്നുമല്ല ആളുകൾ കാണുന്നത്. ഏത് സ്ഥലത്തും ഒരു റോഡ് പണിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രകൃതിയുടെ കലാമിറ്റീസ് ഉണ്ട്, നിർമ്മാണത്തിൻ്റെ പിഴവുകളും കാണാം. പാലവും റോഡും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ കടലിൽ കൂടി കപ്പൽ പോയപ്പോൾ അപകടം ഉണ്ടാവാം, അപകടം ഉണ്ടായതിന് കപ്പലിൻ്റെ പ്രശ്നം ഉണ്ടാവാം, കാലാവസ്ഥയുടെ പ്രശ്നം ഉണ്ടാവും. കേരളത്തിലെ കടലിലെ കുഴപ്പം കൊണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കുഴപ്പം കൊണ്ടാണ് ചുഴി ഉണ്ടായത് എന്ന് പറയുന്നത് പോലെ കോൺട്രാക്ടറുടെ പ്രവർത്തനത്തെ പറ്റി ഉടനെ LDF ഗവൺമെൻറ്റാണ് ഇതിന് ഉത്തരവാദിത്തം നിന്ന് ആരെങ്കിലും കോൺഗ്രസ്സുകാർ പറഞ്ഞാൽ ജനം അതൊക്കെ തള്ളിക്കളയില്ലേ? കൃത്യമായ പരിശോധന നടത്തുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഭരണപരമായ ഏജൻസി എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് NHAIയും അവരുടെ വകുപ്പാണ്. എന്നാലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസിയൊന്നും കുറ്റം പറയാൻ ഞങ്ങളാരും തയ്യാറായിട്ടില്ല. നിർമ്മാണത്തിൻ്റെ പ്രവർത്തനത്തിനകത്ത് ഏത് കേന്ദ്ര ഗവൺമെൻറ് ഏജൻസി ആയാലും ഏത് ഏജൻസി ആയാലും നിർമ്മാണത്തിനകത്തെ പോരായ്മകളും കോൺട്രാക്ടറുടെ കമ്പനി ചെയ്ത കുഴപ്പങ്ങളുമാണോ വേറെ എന്തെങ്കിലും കുഴപ്പം, അത് പരിശോധിക്കേണ്ടവരാണ്. എന്തായാലും അവിടെ ഒരു തെറ്റ് ഇതിങ്ങനെ ഒരു റോഡ് ഇടിഞ്ഞിട്ടുണ്ട്, ആ റോഡ് ഇടിയുന്നതിന് പരിഹാരം ഉണ്ടാവണം. അതിന് അടിസ്ഥാനപരമായ ഒറ്റ കാര്യമേ കേരള ഗവൺമെൻറ് ചെയ്തിട്ടുള്ളൂ. NHന് പണി നടത്താൻ വേണ്ടി ആവശ്യമായ സ്ഥലമെടുക്കാൻ ഭൂമിക്ക് വില കൂടുതലാണ്, അതുകൊണ്ട് കേരളത്തിൽ ഞങ്ങൾ NH പണിയുന്നില്ല, വീതി കൂട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് ആവശ്യമായ ഭൂമി എടുക്കുന്നതിൻ്റെ ഒരു ഭാഗം സംസ്ഥാന സർക്കാർ 6000 കോടിയോളം രൂപ കൊടുത്തു. ഈ സാഹചര്യത്തിലാണ് പണി നടന്നത്. ആ ഒരു കാര്യം കേരള ഗവൺമെൻറ് ഉത്തരവാദിത്തം.